ഹലോ, അമേരിക്കയിലെ റെജിമോൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്നൊരു യാത്ര പോവുകയാണ്. അതായത് ഈ ഇത് ലേക്ക് മിഷിഗനാണ്. ഇതിന് ചുറ്റിക്കൊണ്ട് നമ്മൾ അപ്പർ മിഷിഗനിലേക്ക് പോവുകയാണ്. അതായത് കാനഡയുടെ ബോർഡറിൽ പോകും. ഇതിൻ്റെ യാത്രയിൽ ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ നമ്മുടെ ഗോഡ്സനുണ്ട്, അതുപോലെ സുൽ തോമസ് ഉണ്ട്. ഈ യാത്രയുടെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞങ്ങൾ പോകുന്ന ഒരു RV എന്ന് പറയുമ്പോൾ റെക്രിയേഷണൽ വെഹിക്കിളാണ്. അതായത് നമ്മുടെ നാട്ടിൽ പറയുന്നത് കാരവാൻ എന്നൊക്കെ പറയില്ലേ, നടന്മാരൊക്കെ ഉപയോഗിക്കുന്ന കാരവാൻ. അതുപോലെ ഈ റിക്രിയേഷണൽ വെഹിക്കിളിനകത്ത് ഒരു മിനിയേച്ചർ വീടാണ്. അതിനകത്ത് കിച്ചണുണ്ട്, ബെഡ്റൂമുണ്ട്, അതുപോലെ ബാത്റൂമുണ്ട്, ഷവറുണ്ട്. അങ്ങനെ ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ആ വണ്ടിക്കകത്ത് തന്നെയുണ്ട്. അപ്പം നമുക്ക് പ്രത്യേകിച്ച് ഹോട്ടലും കാര്യങ്ങളൊന്നും റെൻറ്റ് ചെയ്യേണ്ട. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പിന്നെ കാണിച്ചു തരാം. ഇതൊരു അടിപൊളി യാത്രയാണ്. യാത്രയിൽ ഞങ്ങളുടെ കൂടെ നിൽക്കുക, നമുക്ക് യാത്ര എൻജോയ് ചെയ്യാം. വണ്ടി ടെക്നിക്കൽ ഡീറ്റെയിൽസ് എല്ലാം വളരെ വിശദമായി പഠിപ്പിച്ച ശേഷം ഹോണ്ട ഞങ്ങൾക്ക് വണ്ടി കൈമാറി. അതിന് മുമ്പായിട്ട് ഒരു ചെറിയ ടെസ്റ്റ് ഡ്രൈവ് ഞങ്ങൾ എടുക്കേണ്ടി വന്നു. Continue straight for 20 minutes at 43 North Green Bay. നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം ഇവിടെ എന്തോ ദൂരമുണ്ട് കോട്സാ നമുക്ക് അവിടെ ചെല്ലാനായിട്ട്? 158 മൈൽ 55 മൈൽ സ്പീഡിൽ ഓടിക്കുമ്പോഴത്തേനും ഏകദേശം 7 മണിക്കൂർ എടുക്കും അവിടെ എത്താനായിട്ട്. അവിടുത്തെ നമ്മൾ ഈ RV പാർക്കിന്റെ ഫ്രണ്ട് ചെക്കിൻ ചെയ്യാൻ 8 മണിക്ക് മുമ്പ് ചെക്കിൻ ചെയ്യണം. അവർ അത് ബുക്ക് ചെയ്തപ്പോൾ കൃത്യമായിട്ടും പറഞ്ഞായിരുന്നു നമ്മളോട്, അത് 8 മണിക്ക് മുമ്പ് ചെല്ലണം, അല്ലെങ്കിൽ ലീക്ക് അടിക്കുന്നുള്ള കാര്യം. അപ്പം നമ്മൾ എത്തുമോ? അപ്പം നോക്കുമ്പോൾ കാര്യങ്ങൾ അത്ര പന്തിയല്ല. ഞങ്ങൾ പോന വഴിക്ക് ഒരു ഇച്ചിരി വഴി തെറ്റി. ഇന്നിപ്പോൾ അവിടെ ചെല്ലോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും സംശയമാണ്. അത് കാരണം ഞങ്ങളുടെ കാര്യം ചെയ്യും, ഞങ്ങളൊരു ഇച്ചിരി അതെ, ഞങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഉള്ള കാര്യം പറഞ്ഞ പോലെ തന്നെ ചെല്ലോ. അധികമൊന്നുമില്ല, ഒരു ഇച്ചിരി ഒരു 100 മൈൽ കൂടുതൽ ഓടിച്ചു. അതേ പ്രശ്നമുണ്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ക്യാമറ ആയ കാരണം ചെല്ലുന്നോട് നടക്കാൻ കിടന്നോട്ട് ചെന്നു, അത്രയൊക്കെ ഉള്ളൂ. അത് കാരണം ഞങ്ങൾ അത് സെലിബ്രേറ്റ് ചെയ്യാണ്. അതെ, അപ്പൊ നമ്മൾ ഓൺ ദ വേയിൽ ഡിന്നർ കഴിക്കാൻ തീരുമാനിച്ചു. കാരണം നമ്മൾക്ക് ഒരു വഴി ഒരിച്ചിരി മാറിപ്പോയി. അത് കാരണം നമ്മൾ ഓൺ ദ വേയിൽ ഡിന്നർ പ്രിപ്പയർ ചെയ്തു. നമ്മൾ ചപ്പാത്തി കൊണ്ടുവന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ബീഫ് കുഴച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അതെല്ലാം ചൂടാക്കി നമ്മൾ സന്തോഷമായിട്ട് നമുക്ക് ചപ്പാത്തിയും ബീഫും കഴിക്കാം. രസമില്ലേ? കോഴ്സാ ഞങ്ങളോട് കൂടുവല്ലേ? കുറച്ചങ്ങനെ പോണ കാര്യങ്ങള് പിന്നെ കഴിക്കാം അല്ലേ? കഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാം അല്ലേ? എന്നാ പിന്നെ ഓക്കെ. അപ്പോൾ ഗുഡ് മോർണിംഗ്. രാവിലെ എഴുന്നേറ്റ് ഇന്നലെ വൈകിട്ട് വന്നപ്പോൾ കിടന്നപ്പോൾ ഒത്തിരി ലേറ്റായി, വഴിയൊക്കെ തെറ്റി. പാർക്കിൽ വന്ന് കയറിയപ്പോൾ ഏകദേശം 1 മണിയോളമായി. വെളുപ്പിന് 1 മണിയോളായി. പിന്നെ ക്യാമ്പിൻ്റെ നമ്മുടെ ഡെസിഗ്നേറ്റഡ് സൈറ്റിൽ കൊണ്ട് പാർക്ക് ചെയ്തു. പട്ടിയുണ്ട്, ശാന്തരാണ് നിൽക്കുന്നത്. അവനെ അയച്ചു വിടുവാണെങ്കിൽ അവനൊക്കെ അടിച്ചു അയച്ചു വിടാൻ. ചെറിയൊരു പിള്ളേർ കളിക്കാനുള്ള ചെറിയൊരു ഗ്രൗണ്ട്, ബാസ്കറ്റ്ബോൾ കോർട്ട്, ചെറിയൊരു ഷെഡ്. എനിക്ക് അവനെ മഴയൊക്കെ വരുമ്പോൾ ഒരു പിക്നിക്കൊക്കെ നടത്താൻ വേണ്ടി നല്ല പരിപാടിയായിരിക്കും. രാവിലെ ആൾക്കാരൊക്കെ എഴുന്നേറ്റു, കാര്യങ്ങളൊക്കെ സജീവമായി തുടങ്ങി. എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു, ഹാങ് ഔട്ട് ചെയ്യുന്നു, ആൾക്കാരൊക്കെ അനക്കം വെച്ച് തുടങ്ങി.
ഡേ ആണ്, അതിനും കുഴപ്പമൊന്നുമില്ല. ഈ RV പാർക്കിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഉടൻ തന്നെ ഇതിനകത്ത് ഇടുന്നതാണ്. അപ്പോൾ അതിന് കൃത്യം കൂടുതൽ ഡീറ്റെയിൽസ് അത് കാണാം. പിള്ളേർ സ്വിമ്മിങ് ഒക്കെ കഴിഞ്ഞ് പോകുന്നു. ഹീറ്റർ പൂളാണ്, 80 ഡിഗ്രി ഉണ്ട് ഹീറ്റർ പൂളിൻ്റെ ചൂട്. അതുപോലെ തന്നെ ഹാറ്റ് ടബ് 110 ഡിഗ്രി ആയിട്ട് ഉണ്ട്. ഇത് 5th വീല് പോകണം. വളരെ സുന്ദരമായ ലേക്ക് മിച്ചിഗൻ്റെ ഒരു ഭാഗത്തെത്തിയപ്പോൾ ഒരു വ്യൂ പോയിന്റ് കണ്ടു. അവിടെ വണ്ടി നിർത്തി ഒരു ബ്രേക്ക് എടുക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ ലേക്കിൻ്റെ അടുത്ത് വണ്ടി നിർത്തിയതാണ്. ഞങ്ങൾ ബീച്ചിൽ ഇറങ്ങണ്ടെന്ന് ഓർത്താണ്. പിന്നെ ബീച്ച് കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് ചെറിയൊരു ബീച്ചുണ്ട്, ഒന്ന് കാൽ നിറച്ചിട്ട് പോകാമെന്ന് ഓർത്തുകൊണ്ട് ഇറങ്ങി. വെള്ളത്തിൽ നല്ല തണുപ്പുണ്ട്, ഒരു 50 ഡിഗ്രി ഒക്കെ ഉള്ളെന്ന് തോന്നുന്നു. ഏതാണ്ട് പായൽ പോലെ ഒരു സാധനം ഇങ്ങനെ ബീച്ചിൽ അടിഞ്ഞു വരുന്നുണ്ട്. വേറെ ആരുമില്ല, ബീച്ചിൽ ആരുമില്ല. ബീച്ചിന് എം ആണ്. ഗോഡ്സൺ ഫോട്ടോയൊക്കെ എടുത്ത് നടക്കുന്നു. അവിടെ സുനിൽ എൻ്റെ പുറയിലുണ്ട്, പുള്ളി ഇങ്ങനെ നടക്കുന്നു. വളരെ ഭംഗിയായിട്ടുള്ളൊരു നല്ലൊരു അടിപൊളി ഫോഗ് പോലെ ഇങ്ങനെ വന്നുണ്ട്. ചെറുതായിട്ട് ഫോഗ് പോലെ നമ്മൾ നോക്കി നിൽക്കുമ്പോൾ ഇങ്ങനെ ഫോഗ് ഇങ്ങനെ വന്നുണ്ട്, ചെറുതായിട്ട് വരുന്നുണ്ട്. ഫോഗ് വരുന്നുണ്ട് നോക്കി നിൽക്കുമ്പോൾ ഇങ്ങനെ ഫോഗ് വരുന്നുണ്ട്. ചെറുതായിട്ടേ ഉള്ളൂ, വലിയ ഹെവി ആയിട്ടുള്ള ഫോഗൊന്നുമില്ല. നല്ല അടിപൊളി വ്യൂ അല്ലേ, നല്ല സൂപ്പറായിട്ടുള്ള വ്യൂ ഉണ്ട്. ഓക്കെ, നമ്മൾ യാത്ര തുടരുകയാണ്. വാ ഓക്കെ. ഇതിൻ്റെ മുകളിലാണ് വണ്ടി ഇട്ടേക്കുന്നത്. ചെറിയ കയറ്റമുണ്ട്. ആ കയറ്റം കയറി നമ്മൾ വണ്ടിയിലേക്ക് പോവുകയാണ്. ഞങ്ങളങ്ങനെ RVയിൽ അടിച്ച് മൂപ്പിച്ച് പോണു. ഗോഡ്സിൽ നിന്ന് ചവിട്ടി പിടിക്കുന്നുണ്ട്. ഗോഡ്സ എത്ര സ്പീഡിലാണ് വണ്ടി പോണേ? 70 മൈൽ, 110. എല്ലാം തോന്നുന്നുണ്ടോ? ഞങ്ങൾ ഇപ്പൊ പോണ ഇന്നത്തെ ക്യാമ്പ് സൈറ്റിൽ വെള്ളമൊന്നും ഇല്ലാത്ത ഞങ്ങൾ ടാങ്കിനകത്ത് 40 ഗാലൻ വെള്ളം നിറച്ചു. അത് കാരണം അതിന്റെ ഒരു പിടുത്തമുണ്ടെന്നാണ് ഗോഡ്സൺ പറയണത്. പക്ഷേ നമ്മൾ വെള്ളമില്ലാതെ കാര്യം നൽകിയായിരുന്നു. കുടിക്കാനൊക്കെ ശുദ്ധജലം ആവശ്യമില്ലേ. അത് കാരണം സാധനം ചെറിയ മുതലൊന്നല്ലോ, 30 അടി നീളോട്ട് വണ്ടിക്ക്. ഗോഡ്സെ ഇങ്ങനെ ഇന്നലെ മുതൽ ഉത്സാഹിച്ച് ഡ്രൈവ് ചെയ്യാണ്. ഞങ്ങൾ ഈ ട്രിപ്പ് കഴിയുമ്പോൾ ഗോഡ്സെ ഞങ്ങൾ സർട്ടിഫൈഡ് RV ഡ്രൈവർ ആക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എപ്പോഴും ലേക്ക് ഇങ്ങനെ തൊട്ടപ്പുറത്ത് തന്നെയുണ്ട്. നമ്മൾ ക്യാമ്പ് സൈറ്റ് വന്നതും സൂര്യൻ അങ്ങ് ലേക്കിൻ്റെ അങ്ങേറ്റത്ത് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് ക്ലിംസാണ് നമ്മൾ കാണുന്നത് അസ്തമനത്തിൻ്റെ. സമയം ഏകദേശം 9:45. സമ്മറാകുമ്പോഴത്തേനും അസ്തമനം താമസിച്ചല്ലേ. എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യണം. പിന്നെ റിമൈൻഡർ ബട്ടൺ എനേബിൾ ചെയ്യണം. എങ്ങനെയാണ് ഇനി ചെയ്യുന്ന വീഡിയോകൾ കൃത്യസമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. ക്യാമ്പ് സൈറ്റ് വന്നു, ക്യാമ്പ് ഫയർ ഇട്ടു, പിന്നെ ഫയറിന് ഇരിക്കുകയാണ്.